ആ ധാരണാപത്രം അനുസരിച്ചുള്ള ഒരു നടപടിയും മുന്നോട്ട് പോയില്ല. ഒരു മാസത്തിനകം തന്നെ ആ ധാരണാപത്രം പൂർണ്ണമായും മരവിപ്പിക്കുന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. ഇവിടെ പ്രസക്തമായ ചോദ്യം, ഒരു തവണ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ സംസ്ഥാന സർക്കാരിന് പിന്മാറാനാകുമോ എന്നുള്ളതാണ്. ഇവിടെ കാണേണ്ട കാര്യം, ധാരണാപത്രം ഒപ്പിട്ടു എന്നതുകൊണ്ട് മാത്രം പദ്ധതി നടപ്പാകില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണം. അതോടൊപ്പം പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം അത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുമില്ല. സംസ്ഥാന സർക്കാർ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നടപ്പാക്കാതിരിക്കുന്നത്. അത് മരവിപ്പിക്കുന്നുവെന്ന് LDF സർക്കാർ പറയുകയും ചെയ്തല്ലോ. അപ്പോൾ നടപ്പായില്ല എന്ന വസ്തുത നിലനിൽക്കില്ലേ? സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരും. തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങൾ ഉയർത്തിയ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ, അവരുടെ നയങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ഇത് UDF ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ഒപ്പിട്ടതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന പദ്ധതിയല്ല PM ശ്രീ എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നയപരമായിട്ട് തീരുമാനിച്ചാൽ മാത്രമേ PM ശ്രീ നടപ്പാവുകയുള്ളൂ. അത്തരമൊരു നയം മാറ്റത്തിന് UDF സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് വ്യക്തമാക്കണമെന്നാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ മാധ്യമസമ്മേളനത്തിൽ പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങൾ നൽകുന്നു ആന്റണി ജെസ് ജോർജ്. തീർച്ചയായും ഇന്നലെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിലെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്, കഴിഞ്ഞ LDF സർക്കാർ ഇപ്പോൾ ഈ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ ഒപ്പിട്ട് ആ പദ്ധതിയുടെ ഭാഗമായി PM ശ്രീയിൽ നിന്ന് പണവും കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതിയുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്, അതിന് സർക്കാർ നിർബന്ധിതരായിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. പദ്ധതിയിൽ നിന്ന് ഈ LDF സർക്കാർ പിന്മാറിയിട്ടില്ല. ആ പദ്ധതിയിൽ ഒപ്പിട്ട് അതിൽ നിന്ന് പണവും കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് VD സതീശൻ പറഞ്ഞത്. ഏതായാലും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും പറഞ്ഞ വാദങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ തള്ളുകയാണ്. അതായത് ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി കരാറിൽ ഒപ്പിട്ടു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്കും ഈ സംസ്ഥാന സർക്കാർ LDF സർക്കാർ പോയിട്ടില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ പറയുന്നത്. അതായത് ഈ പദ്ധതിയുടെ ചില നിബന്ധനകളുണ്ട്. ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ബ്ലോക്ക് ലെവലിൽ ജില്ലാ തലങ്ങളിലൊക്കെ മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിക്കണം. രണ്ടാമത് ഈ ഓരോ ബ്ലോക്കിലും ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കണം. ആ പട്ടിക തയ്യാറാക്കി അത് കേന്ദ്ര സർക്കാരിന് നൽകണം. അതുപോലെ തന്നെ ഈ NEP-യുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിബന്ധനകൾ ഒരുപാടുണ്ട്. ഈ നിബന്ധനകളെല്ലാം നടപ്പാക്കാമെന്ന് കാണിച്ച് കേന്ദ്രത്തെ അത് അറിയിച്ച് ഈ ലിസ്റ്റ് അടക്കം കേന്ദ്രത്തിന് കൊടുത്താൽ മാത്രമേ ആ പദ്ധതി നടപ്പാവുകയുള്ളൂ. കരാറിൽ ഒപ്പിട്ടത് കൊണ്ട് മാത്രം ആ പദ്ധതി നടപ്പാകില്ല എന്നുള്ള കാര്യമാണ് പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. നിലവിൽ LDF സർക്കാർ അത്തരമൊരു നടപടിയിലേക്ക് വന്ന് പോയില്ല. ധാരണാപത്രം ഒപ്പിട്ടു. ഈ തുടർ നടപടികളിലേക്കൊന്നും പോകാതെ തന്നെ അത് മരവിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് LDF എത്തുകയാണ് ചെയ്തത്. ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള കത്തും കേന്ദ്ര സർക്കാരിന് LDF സർക്കാർ നൽകുകയും ചെയ്തതാണ്. അതിനപ്പുറത്തേക്ക് ഈ പദ്ധതി ഈ സർക്കാർ ഇപ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള മുന്നോട്ട് പോക്കും അതിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ പദ്ധതിയിൽ നിന്ന് ഇനി പിന്മാറാൻ കഴിയില്ല എന്നുള്ള സർക്കാരിന്റെ വാദവും തെറ്റാണ് എന്നുകൂടി പിണറായി വിജയൻ പറയുന്നു. പഞ്ചാബിനെ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. പഞ്ചാബ് ഇത്തരത്തിൽ ഈ PM ശ്രീയിൽ
നിന്ന് പിന്നോട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ ഉയർത്തിയ ആ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ്. അന്ന് ഈ നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് വലിയ വിവാദമായ ഒരു വിഷയമാണ് ഈ PM ശ്രീയിൽ LDF സർക്കാർ ഒപ്പിട്ടത്. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സെക്രട്ടറിയും ഡൽഹിയിൽ പോയി ഒപ്പിട്ടത് വലിയ വിവാദമായതായിരുന്നു. പിന്നീടാണത് മരവിപ്പിച്ച് കേന്ദ്ര സർക്കാരിന് കത്ത് അയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഫണ്ട് വാങ്ങി എന്നുള്ള കാര്യമാണ്. ഈ SSK ഫണ്ടാണ് വാങ്ങിയത്. അതിനപ്പുറത്തേക്ക് PM ശ്രീ വഴിക്കുള്ള ഒരു ഫണ്ടും LDF സർക്കാരിന്റെ കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തേക്ക് കിട്ടിയിട്ടില്ല എന്നുകൂടി പിണറായി വിജയൻ വ്യക്തമാക്കുന്നു. ഏതായാലും സംസ്ഥാനത്ത് ഇപ്പോൾ അതൊരു പുതിയ പോർമുഖം തുറക്കുകയാണ്. പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ ഈ കഴിഞ്ഞ ഇപ്പോൾ UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ PM ശ്രീയിൽ ഒപ്പിട്ടതിന് ശേഷം പറഞ്ഞത് CPIM-ഉം BJP-യും തമ്മിൽ ഡീല് ഉണ്ട്. ഇത്തരത്തിൽ ഈ ഒപ്പിട്ടാൽ ഇനി UDF അധികാരത്തിൽ വന്നാൽ ഈ കരാർ വലിച്ചു കീറി അറബിക്കടലിൽ എറിയുമെന്നൊക്കെയാണ് അന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് കേന്ദ്രത്തിന് മുന്നിൽ ഈ UDF വഴങ്ങി, അവരുടെ നയങ്ങൾക്ക് മുൻപിൽ വഴങ്ങി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണം. അതുപോലെ തന്നെ ഈ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്ന കാര്യം സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ്. അങ്ങനെ ഒരു നയപരമായ തീരുമാനമെടുക്കാൻ എന്ത് മാറ്റമാണ് UDF-ൽ ഉണ്ടായത്, അതും UDF വ്യക്തമാക്കണമെന്നുകൂടി പിണറായി വിജയൻ പറയുകയും ചെയ്യുന്നു. ഏതായാലും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പുതിയൊരു പോർമുഖം തുറക്കുകയാണ്. ഒപ്പിട്ടത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന പദ്ധതിയല്ല PM ശ്രീ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാർ നയപരമായി തീരുമാനിച്ചാൽ മാത്രമേ PM ശ്രീ നടപ്പാവുകയുള്ളൂ. അത്തരമൊരു നയംമാറ്റത്തിന് UDF സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് വ്യക്തമാക്കണം. കേന്ദ്ര സർക്കാർ എന്തെങ്കിലും പ്രത്യേക അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പിണറായി വിജയൻ ഉന്നയിക്കുകയുണ്ടായി. ഈ പദ്ധതിയെ അതിനിശിതമായി എതിർത്ത UDF ഇപ്പോൾ പദ്ധതി നടപ്പാക്കാൻ മുന്നോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി വിശദീകരിക്കണം എന്നാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. PM ശ്രീ പദ്ധതിയുടെ പേരിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF വലിയ തോതിലുള്ള വിവാദമാണ് ഉയർത്തിയത്. LDF സർക്കാർ BJP-യുമായിട്ട് ഈ വിഷയത്തിൽ ഡീലുണ്ടാക്കിയെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും അന്ന് UDF ആരോപിച്ചു. അധികാരത്തിലെത്തിയാൽ PM ശ്രീ നടപ്പാക്കില്ല എന്നും അറബിക്കടലിൽ എറിയും എന്നുമൊക്കെ UDF നേതാക്കൾ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ PM ശ്രീ നടപ്പാക്കാൻ UDF സർക്കാർ മുന്നോട്ട് വരികയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉയർത്തിയ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ചിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ എന്ത് അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത് എന്ന് UDF പറയണം. മുൻ LDF സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടുവെന്നും അതുകൊണ്ട് പിന്നോട്ട് പോകാനാകില്ല എന്നുമാണ് അതിൻ്റെ ന്യായീകരണമായിട്ട് സർക്കാർ പറയുന്നത്. ഇത് വാസ്തവ വിരുദ്ധമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. ഒരു വിയോജിപ്പും ഒരു കോൺഗ്രസ് സർക്കാരും ഉയർത്തിയിട്ടില്ല. കോൺഗ്രസിൻ്റെ നിലപാട് PM ശ്രീയെ അംഗീകരിക്കുന്നതാണ്. അത് കേരളത്തിൽ നടപ്പിലാക്കാനാണ് VD സതീശൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീ ഒപ്പിടാത്തതിൻ്റെ ഭാഗമായിട്ട് SSK ഫണ്ടൊക്കെ തടഞ്ഞു വെക്കുകയുണ്ടായി. അത് വിദ്യാഭ്യാസ മേഖലയെ വരിഞ്ഞു മുറുക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാക്കി. ആ സാഹചര്യത്തിലാണ് LDF സർക്കാർ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ധാരണാപത്രം ഒപ്പിട്ടത്. പക്ഷേ ധാരണാപത്രം അനുസരിച്ചുള്ള ഒരു നടപടിയും മുന്നോട്ട് പോയില്ല. ഒരു മാസത്തിനകം തന്നെ ധാരണാപത്രം പൂർണ്ണമായിട്ടും മരവിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് LDF സർക്കാർ തീരുമാനിച്ചത്. ഇത് വ്യക്തമാക്കിക്കൊണ്ട് 2025 നവംബർ 12-ാം തീയതി കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ കത്തയച്ച കാര്യം കൂടി പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഒരു തവണ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് മാത്രം പദ്ധതി നടപ്പാവില്ല. മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണം, സ്കൂളുകളുടെ ലിസ്റ്റുകൾ കേന്ദ്രത്തിന് അയക്കണം, അങ്ങനെയുള്ള പല തരത്തിലുള്ള നടപടിക്രമങ്ങൾ പിന്നീട് സ്വീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ കേരളത്തിൽ അത്തരത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. PM ശ്രീയിൽ കേന്ദ്രം നിഷ്കർഷിക്കുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പദ്ധതി നടപ്പാകാതിരിക്കുന്നത്. PM ശ്രീ കേരളത്തിൽ നടപ്പായില്ല എന്നതാണ് വസ്തുത എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ സൂചിപ്പിക്കുകയുണ്ടായത്.